സോ ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എന്നുള്ളതാണ്. എക്സാക്ട്ലി ഈ ഒരു ടോപ്പിക് നമ്മളെ സിലബസിൽ ഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടുള്ളതല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ CUT ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ ഈ 2023 CUT ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതിൽ ചില ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്: ഇന്ത്യൻ സ്റ്റേറ്റ് ഒരു ഇന്റർവെൻഷനിസ്റ്റ് സ്റ്റേറ്റിൽ നിന്നും ഒരു റെഗുലേറ്ററി സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സെന്റൻസ് കൊടുത്തിട്ട്, ഈ ഒരു സെന്റൻസ് ആരാണ് കമന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 2021 JNUന്റെ PhD ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും ലെവലിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ CUT കഴിഞ്ഞ 23 ക്വസ്റ്റ്യൻ പേപ്പറിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആസ്പെക്ട് എന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് സിലബസ് മാത്രം കവർ ചെയ്ത് പോയാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. ഒന്നുകൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയാസ് പൊളിറ്റിക്കൽ സയൻസിൽ, എസ്പെഷ്യലി നെറ്റ് എക്സാമിലൊക്കെ ചോദിക്കുന്ന ഏരിയാസ് എന്തൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് CUT നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം റുഡോൾഫ് ആൻഡ് റുഡോൾഫ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അതിനെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, അങ്ങനെ ചോദിക്കുന്ന മേജേഴ്സ് ആയിട്ടുള്ള തിങ്കേഴ്സ് ആരൊക്കെയാണ്, ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജസ്റ്റ് അവരുടെ ഒരു ഇൻട്രോ മാത്രമേ പറയുന്നുള്ളൂ. ഓരോ തിങ്കേഴ്സിനെ കുറിച്ചിട്ടുള്ള ബ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് റെലവെന്റ് അല്ല, പോസിബിളും അല്ല. കാരണം ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ നമുക്ക് ഒരാളെ കവർ ചെയ്യുന്നതിൽ. ഇപ്പോ നമ്മളിപ്പോ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിലൊക്കെ നമുക്ക് സിലബസിൽ ഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ജോൺ റോൾസ്, കാൾ മാർക്സ് എന്നൊക്കെ ഡയറക്ട്ലി മെൻഷൻ ചെയ്ത് കാണാൻ പറ്റും. പക്ഷെ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എന്നുള്ളത് സിലബസിൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നെറ്റ് എക്സാമിന്റെ സിലബസിലും തിങ്കേഴ്സിന്റെ പേരൊന്നും കൊടുത്തിട്ട് ഇന്ന ആൾക്കാരെന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ വർക്കുകൾ, ഇവര് എൻഗേജ് ചെയ്യുന്ന ഒരു ഏരിയാസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തിങ്കേഴ്സ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഗാന്ധിയും അംബേദ്കറും പിന്നെ നെഹ്റുവും എന്നല്ല. കാരണം അവരൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ള ഒരു ബ്രോഡ് കൺസെപ്റ്റുകളെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള തിങ്കേഴ്സ് ആയതുകൊണ്ട് അവർ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പഠിക്കാറുണ്ട്, കൗട്ടില്യ മുതലുള്ള ശേഷമുള്ള ഇന്ത്യൻ തിങ്കേഴ്സിനെ. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടംപററി ആയിട്ട് ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ റീസെന്റ് മരണപ്പെട്ട ആൾക്കാരോ ആയിട്ടുള്ള റെലവെന്റ് ആയിട്ട് ഒരുപാട് ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യന്റെ പൊളിറ്റിക്കൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള തിങ്കേഴ്സിനെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് കവർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന, നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ഏരിയ കൂടെ ആകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ ഡയറക്ട്ലി ഓരോ തിങ്കേഴ്സിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് രജനി കൊട്ടാരി എന്നുള്ള തിങ്കറെയാണ്. രജനി കൊട്ടാരി എന്നുള്ളത് ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത അത്രയും പ്രാധാന്യമുള്ള ഒരു തിങ്കറാണ്. കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംഗതികളെ കുറിച്ചും, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചുമുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അതിന്റെ ഒരു ഭാഗം നമുക്ക് രജനി കൊട്ടാരിയിൽ കാണാൻ പറ്റും. ഓക്കെ, കൊട്ടാരി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം 1963 സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്, CSDS എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂഡൽഹി ബേസ് ചെയ്തുകൊണ്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഇന്നും CSDS എന്ന് പറയുന്നത് ഇന്നടക്കം നിലവിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ്. ഒരുപാട് ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് CSDS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് 1963 ഫൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. രജനി കൊട്ടാരിയാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഫൗണ്ടിങ് മെമ്പർ. പിന്നെ അദ്ദേഹം 1980 പ്രധാനപ്പെട്ട ഒരു ജേണൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഡയലോഗ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള, ലോക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളാണ്. നമ്മൾ എല്ലാ തിങ്കേഴ്സിനെയും പഠിക്കുമ്പോൾ, നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ തിങ്കേഴ്സിനെയും പറയുമ്പോൾ അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനെ നമ്മൾ എസ്പെഷ്യലി നമ്മൾ നോക്കും.
അതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ബൈ ഹാർട്ട് ആക്കേണ്ട ചില കാര്യങ്ങൾ അതാണ്. ഇതില് രജനി കൊട്ടാരിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോയിനേജ് എന്ന് പറയുന്നത് കോൺഗ്രസ് സിസ്റ്റം എന്നുള്ള വേർഡ് അദ്ദേഹമാണ് കോയിൻ ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപാട് തവണ നെറ്റ് എക്സാമിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഒരു കൺസെപ്റ്റ് കൂടിയാണ്. കോൺഗ്രസ് സിസ്റ്റം എന്നുള്ളത് ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളത്? അത് ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ആവാം, ചിലപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലാവാം. അങ്ങനെ പല ആസ്പെക്റ്റിൽ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, കോൺഗ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മുതൽ 1947 1950 മുതൽ സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ റിപ്പബ്ലിക് ആയി അതിന്റെ ഫസ്റ്റ് ഇലക്ഷൻ നടന്നത് മുതൽ അറൌണ്ട് അറൌണ്ട് എമർജൻസി പീരീഡ് വരെ ഒരു പാർട്ടിക്കും മറ്റൊരു പാർട്ടിക്കും ഒരു റോളും ഇല്ലാത്ത രൂപത്തിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു, INCക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഡൊമിനേഷനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡാണ് കോൺഗ്രസ് സിസ്റ്റം. നമ്മുടെ സിസ്റ്റം എന്നപ്പാണ് ഒരു കാര്യത്തെ പറയാ, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയാം, അല്ലെ? റേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്, ഒരു സിസ്റ്റമാറ്റിക് എന്നൊക്കെ പറയുന്നതാണ്, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കാര്യത്തെയാണ്. അത്തരത്തിലൊരു പാർട്ടിക്ക് അത്രത്തോളം ഹോൾഡ് സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് കോൺഗ്രസ് സിസ്റ്റം എന്നുള്ള ടേം കോൺഗ്രസ് പാർട്ടിനെ റെഫർ ചെയ്തുകൊണ്ട് രജനി കൊട്ടാരി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മയിൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതാണ്. അതിനെ ഡിഫറെന്റ് ആസ്പെക്റ്റിൽ പറയാറുണ്ട്. പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ്, കാസ്റ്റൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, അതുപോലെ സെക്യുലറൈസേഷൻ ഓഫ് കാസ്റ്റ്. മൂന്നും രജനി കൊട്ടാരിന്റെ തന്നെ കോയിനേജ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം കാസ്റ്റിനെ കുറിച്ചിട്ട് ഇന്ത്യയിൽ കാസ്റ്റിനെ കുറിച്ച് പഠനം നടത്തിയ വളരെ ഫേമസ് ആയിട്ടുള്ള തിങ്കേഴ്സിൽപ്പെട്ട ഒരാളാണ് രജനി കൊട്ടാരി. രജനി കൊട്ടാരിന്റെ അല്ലാണ്ട് ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. സ്പെഷ്യലി കാസ്റ്റ് എന്നുള്ളത് ഒരു സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് കൂടി ആയതുകൊണ്ട് ഒരുപാട് തിങ്കേഴ്സ് നമുക്ക് സോഷ്യോളജിയിൽ ആണ് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. പിന്നെ MN ശ്രീനിവാസിനെ പോലെയുള്ള, അതുപോലെ പിന്നെ ഖൊരേനെ പോലുള്ള അങ്ങനത്തെ ഒരുപാട് തിങ്കേഴ്സ് സോഷ്യോളജിയിലാണ് വരിക. അപ്പോൾ ഈ കാസ്റ്റിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ തിങ്കറാണ് രജനി കൊട്ടാരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ കാസ്റ്റൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എങ്ങനെയാണ് കാസ്റ്റ് എന്നുള്ള ഒരു എലമെന്റ് വളരെ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇന്ന് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്, നാഷണൽ ലെവലിലും ഉണ്ട്. ഓരോ പാർട്ടിയും അവരുടെ ഇലക്ഷൻ ടൈമിൽ അവരുടെ വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ പർട്ടിക്കുലർ കാസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഈവൻ ഇന്ന് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കൂടുതൽ എന്താണ് പറയാ, ഒരു വളരെ സെക്കുലർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കുള്ള പാർട്ടികളെക്കാൾ കൂടുതൽ സ്പെസിഫിക്കലി ഒന്നെങ്കിൽ റിലീജിയസ് ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് ക്ലാസ് ഓർ കാസ്റ്റ് ഓറിയന്റഡോ ആയിട്ടുള്ള പാർട്ടീസ് ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ ഡിഫറെന്റ് കാസ്റ്റിന്റെ അവരുടെ താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടികൾ, ഇപ്പൊ ദളിത് റൈറ്റ്സിനെ അസേർട്ട് ചെയ്യുന്ന ബഹുജൻ സമാജ്വാദി പാർട്ടി, അതുപോലെ മറ്റ് യാദവ് കാസ്റ്റുകളൊക്കെ ഇതാക്കുന്ന സമാജ്വാദി പാർട്ടി, അങ്ങനെ ഓരോ കാസ്റ്റിനെ റെഫർ ചെയ്തുകൊണ്ടുള്ള അവരുടെ ആസ്പിറേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പാർട്ടീസ് ഇപ്പൊ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും തമിഴ്നാട്ടിലും ഈവൻ കേരളത്തിലടക്കം ഓരോ ക്ലാസ് കാസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പാർട്ടീസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ കാസ്റ്റ് എങ്ങനെയാണ് പൊളിറ്റിക്സിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പഠനം, അതിന്റെ ലിങ്ക്, കാസ്റ്റും പൊളിറ്റിക്സും തമ്മിലുള്ള ലിങ്കിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാസ്റ്റൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, പിന്നെ സെക്യുലറൈസേഷൻ ഓഫ് കാസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആ ഒരു മൂന്ന് കൺസെപ്റ്റും ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് കാസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് എ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രഷർ ഗ്രൂപ്പ് രൂപത്തിൽ കാസ്റ്റ് വർക്ക് ചെയ്യാണ്. ഓരോ കാസ്റ്റിനും അവരുടെ താല്പര്യങ്ങളെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് കാസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു കാസ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മൂവ്മെന്റിനെ രജനി കൊട്ടാരി വിശേഷിപ്പിക്കുന്നത് നോൺ പാർട്ടി പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എന്നാണ്. ഓക്കെ, അത് സോഷ്യൽ മൂവ്മെന്റ് എന്ന് നമുക്കറിയാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യം വെച്ച് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു
ഫോർമേഷൻ ആണ് ഈ സോഷ്യൽ മൂവ്മെന്റ്. അപ്പൊ അതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നതാണ് നോൺ പാർട്ടി പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുന്നതിൽ രജനി കൊട്ടാരി ഉപയോഗിച്ചിട്ടുള്ള അപ്രോച്ച് ഏതാണെന്നുള്ളത്. ഓക്കെ, ഓരോ സ്കോളേഴ്സും അവരുടേതായിട്ടുള്ള അപ്രോച്ചുകൾ, മെത്തഡോളജികൾ, റിസർച്ച് മെത്തഡോളജികൾ അവർ ഉപയോഗിക്കും. ഇവിടെ രജനി കൊട്ടാരി ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചാണ്. സ്ട്രക്ചറൽ ഫങ്ഷനാലിസം എന്നുള്ളത് നമ്മൾ കമ്പാരേറ്റീവ് പൊളിറ്റിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ UG ലെവലിലടക്കം പഠിച്ചിട്ടുണ്ടാവും. സ്ട്രക്ചറൽ ഫങ്ഷനാലിസം എന്ന് പറയുന്നത് ഓരോ സ്ട്രക്ചേഴ്സിന് ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷൻസിന് അവരുടെ ഫങ്ഷൻസ് ഉണ്ടാവും, സർട്ടിൻ ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് ഈ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ ഫങ്ഷണൽ ആസ്പെക്റ്റിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ്സിനെ അനലൈസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ് കൊട്ടാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ മേജർ വർക്കുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, കാസ്റ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് ഡെമോക്രസി, റീതിങ്കിങ് ഡെവലപ്മെന്റ്, റീതിങ്കിങ് ഡെമോക്രസി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഈ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യയും കാസ്റ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ഒക്കെ ഇത്രയും മാഗ്നം ഒപ്പസ് ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഇത് റിപ്പീറ്റഡിൽ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് തിങ്കർ എന്ന് പറയുന്നത് റുഡോൾഫ് ആൻഡ് റുഡോൾഫ് എന്നുള്ളതാണ്. നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കൊട്ടേഷൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റെഗുലേറ്ററി ഇന്റർവെൻഷനിസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് മാറി ഒരു റെഗുലേറ്ററി സ്റ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിൻ്റെതാണ്. ഈ റുഡോൾഫ് ആൻഡ് റുഡോൾഫ് എന്ന് പറയുന്നത് അവര് കപ്പിൾസ് ആണ്, സൂസൻ ആൻഡ് ലോയ്ഡ് റുഡോൾഫ്, ലോയ്ഡ് റുഡോൾഫ് ആൻഡ് സൂസൻ റുഡോൾഫ്. അവർ രണ്ടാളുടെ പേരാണ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ റുഡോൾഫ് ആൻഡ് റുഡോൾഫ് എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ഒന്ന് ബുള്ളോക്കാട്ട് ക്യാപിറ്റലിസം എന്നുള്ളത്, അഥവാ ഇന്ത്യൻ എക്കണോമിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റലിസത്തെ ബുള്ളോക്കാട്ട് ക്യാപിറ്റലിസം ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബുള്ളോക്കാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അത് മെല്ലെ നീങ്ങുള്ളൂ, സ്പീഡ് ഉണ്ടാവില്ല, ഫാസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ബുള്ളോക്കാട്ട് മാതിരി ഇന്ത്യൻ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എസ്പെഷ്യലി 5 ഇയർ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തല്ലോ. ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ് പ്രധാനമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നത് അഗ്രികൾച്ചറിനാണ്. സെക്കൻഡ് പ്രാധാന്യം കൊടുത്തിരുന്നത് ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ടാണ്. തേർഡ് ആകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു മിക്സ്ഡ് ഫോർമാറ്റ് ആയി. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരുപാട് ഇനീക്വാലിറ്റീസ്, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് കാര്യങ്ങൾ, പോവർട്ടിനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓരോ 5 വർഷമായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെ ഒരു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പ്രൈമറി ഫോക്കസ് എപ്പോഴും നിലനിന്നിരുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, ഒരു ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചതും ഒരു അഗ്രികൾച്ചറൽ സെക്ടറിൽ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റുഡോൾഫ് ആൻഡ് റുഡോൾഫ് പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ ക്യാപിറ്റലിസം ഒരു പ്രൈമറി സെക്ടറിലേക്ക്, അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് കൂടുതൽ പ്രാധാന്യം പോകുന്ന രൂപത്തിലേക്ക് അതിന്റെ ക്യാപിറ്റലിസം മാറിയിട്ടുണ്ട്. അതിന്റെ സ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എക്കണോമി മാറുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വേർഡാണ് ബുള്ളോ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചോദിക്കുകയും ചെയ്യില്ല. ചിലപ്പോൾ എക്സാമിന് ഈ ബുള്ളോ ക്യാപിറ്റലിസം എന്നുള്ള കോയിനേജ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പൊ അത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മോഡേണിറ്റി ഓഫ് ട്രഡീഷൻ എന്നുള്ളതാണ്. ഈ മോഡേണിറ്റി ഓഫ് ട്രഡീഷൻ എന്നുള്ളത് അവരുടെ ഒരു പുസ്തകത്തിന്റെ പേര് കൂടിയാണ്, മോഡേണിറ്റി ഓഫ് ട്രഡീഷൻ. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിലുള്ള ട്രഡീഷണൽ വാല്യൂസ് ഈ മോഡേണിറ്റിക്ക് ആസ്പദമായിട്ട്, എസ്പെഷ്യലി ചേഞ്ചിങ് ആയിട്ടുള്ള സൊസൈറ്റി, ഗ്ലോബലൈസേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ്, ഡെവലപ്മെന്റ്സ് വരികയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ ട്രഡീഷനിൽ എങ്ങനെയാണ് ചേഞ്ചസ് ഇങ്ങനെ ഇന്ത്യയിൽ വന്നത് ആണ് കൾച്ചർ എന്നുള്ളത്. ഇന്ത്യന്റെ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ കൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷൻ അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പൊ ആ ഒരു ട്രഡീഷണൽ ആസ്പെക്ട് ഫോളോ ചെയ്തിരുന്ന ആ വാല്യൂസ് എങ്ങനെയാണ് മോഡേണിറ്റിക്ക് അനുസൃതമായിട്ട് അതിൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ മോഡേണിറ്റി ഓഫ് ട്രഡീഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു പുസ്തകത്തിൽ അവര് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊബിലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, 3 തരത്തിലുള്ള മൊബിലൈസേഷൻ ഓഫ് കാസ്റ്റ് നടക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതിൽ
ഹൊറിസോണ്ടൽ മൊബിലൈസേഷൻ, വേർട്ടിക്കൽ മൊബിലൈസേഷൻ, ഡിഫറൻഷ്യൽ മൊബിലൈസേഷൻ. അത് വളരെ ഇതായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഈ കാസ്റ്റ് മൊബിലൈസേഷനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അതിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ കാറ്റഗറൈസ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ ഈ ഹൊറിസോണ്ടൽ മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്കറിയാം ഒരു കാസ്റ്റിന്റെ ഒരു ഇപ്പൊ ലോവർ കാസ്റ്റ് ആണെങ്കിൽ അവരുടെ ഡിഫറെന്റ് ലോവർ കാസ്റ്റിന്റെ ഇടയിൽ തന്നെയുള്ള ഒരു മൊബിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. വെർട്ടിക്കൽ ആണെങ്കിൽ ലോവർ കാസ്റ്റ് എന്നൊരു മിഡിൽ കാസ്റ്റ്, ലോവർ മിഡിൽ കാസ്റ്റ് അങ്ങനെ തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് മൊബിലൈസേഷൻ. ഡിഫറൻഷ്യൽ മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പാരാ കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള മൊബിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊബിലൈസേഷൻ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർമ്മയിലുണ്ടാവും. ഓക്കെ, പിന്നെ അവരുടെ ഇമ്പോർട്ടന്റ് വർക്ക്സ് ആണ് ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, മോഡേണിറ്റി ഓഫ് ട്രഡീഷൻ എന്നുള്ളത് കൺസെപ്റ്റ് ആ ഒരു വർക്കിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇൻ പെർസ്യൂട്ട് ഓഫ് ലക്ഷ്മി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. പിന്നെ എക്സ്പ്ലൈനിങ് ഇന്ത്യൻ ഡെമോക്രസി എ 50 ഇയേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പുസ്തകം കൂടി റുഡോൾഫ് ആൻഡ് റുഡോൾഫ് രചിച്ചിട്ടുണ്ട്. ഇവർ ഇതല്ലാണ്ടും മറ്റൊരുപാട് ആർട്ടിക്കിളുകൾ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്കോളേഴ്സിന്റെ ജസ്റ്റ് ഒരു മാപ്പ് ഉണ്ടാക്കി വെക്കുക, അതായത് എന്തൊക്കെയാണ് അവരുടെ വർക്ക്സ്, ഏതൊക്കെ ഏരിയാസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം. പിന്നെ നെക്സ്റ്റ് തിങ്കർ എന്ന് പറയുന്നത് മൈറൻ വീനർ ആണ്. ഈ മൈറൻ വീനറും ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് കോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഓഫ് സ്കാസിറ്റി എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊളിറ്റിക്സ് ഓഫ് സ്കാസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഈ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒരു ഡെവലപ്മെന്റ് എന്നുള്ള പ്രോസസ്സ് അത് നേരിടുന്നതിൽ, അതിനെ ഫുൾഫില്ല് ചെയ്യുന്നതിൽ, വികസനവും പ്രോസ്പെരിറ്റി ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൽ എത്രത്തോളം ഇന്ത്യ ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാലോ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം എസ്പെഷ്യലി ഈ പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ് കാര്യങ്ങളൊക്കെ വളരെ സീവിയർ ആയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ റിസോഴ്സ് സ്കാർസിറ്റിയും കാര്യങ്ങളൊക്കെ ഇന്ത്യ നേരിട്ടത് എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പഠനം നടത്തുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് പൊളിറ്റിക്സ് ഓഫ് സ്കാർസിറ്റി എന്ന് പറയുന്നത്. അത് റിപ്പീറ്റഡ്ലി എക്സാം നെറ്റിലൊക്കെ ചോദിച്ചതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇന്ത്യയിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിന് ഒരു ഇനീഷ്യേഷൻ, അതിനെ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ മൈറൻ വീനറാണ്. അദ്ദേഹം ഫസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്സിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സിന് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ പഠനം നടത്തിയിട്ട് അതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് ഇദ്ദേഹം. വെസ്റ്റ് ബംഗാളിനായിരുന്നു അദ്ദേഹം ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 2 ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചിട്ട് മൈറൻ വീനർ പറയുന്നുണ്ട്. ഒന്ന് എലീറ്റ് കൾച്ചറും രണ്ടാമത്തേത് മാസ് കൾച്ചർ. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻസിലേക്കൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. 2 ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് മൈറൻ വീനർ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളത് ഓർമ്മയിലുണ്ടാവാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാവണം. ചൈൽഡ് ആൻഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, പാർട്ടി പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, സൺസ് ഓഫ് ദ സോയിൽ, അതുപോലെ ഇന്ത്യൻ പാരഡോക്സ്. ഈ ഇന്ത്യൻ പാരഡോക്സ് റീസെന്റ് എക്സാമിന് നെറ്റിലടക്കം ചോദിച്ചിട്ടുള്ളത് കൂടിയാണ്. പുസ്തകങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്കോളർ എന്ന് പറയുന്നത് മോറിസ് ജോൺസ് എന്നുള്ള തിങ്കറാണ്. പിന്നെ ഇവരൊക്കെ ഫോറിൻ തിങ്കേഴ്സ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ രജനി കൊട്ടാരി അല്ല, ബാക്കിയുള്ള തിങ്കേഴ്സ് ഇപ്പം റുഡോൾഫ് ആൻഡ് റുഡോൾഫും അതുപോലെ മൈറൻ വീനറും പിന്നെ ഈ മോറിസ് ജോൺസ് ഒക്കെ ഫോറിൻ സ്കോളേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ഇദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ രജനി കൊട്ടാരിയാണ് സ്ട്രക്ചറൽ ഫംഗ്ഷനാലിസം അപ്രോച്ച് യൂസ് ചെയ്തത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് പഠിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലത്തെ സെയിം അപ്രോച്ച് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു തിങ്കർ കൂടിയാണ് മോറിസ് ജോൺസ് എന്ന് പറയുന്നത്. Okay. പിന്നെ രജനി കൊട്ടാരി കോൺഗ്രസ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് കോൺഗ്രസിന്റെ ആ ഡൊമിനൻസിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അതേ ആസ്പെക്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേമാണ് വൺ പാർട്ടി ഡൊമിനൻസ് എന്ന് പറയുന്നത്. സംഭവം സെയിം തന്നെയാണ്, കോൺഗ്രസിന്റെ ഡൊമിനേഷൻ തന്നെയാണ് പറയുന്നത്. അത് മറ്റൊരു ടേമിലായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൺ പാർട്ടി ഡൊമിനൻസ് ഇൻ ഇന്ത്യ എന്നാണ് അദ്ദേഹം അതിനെ പറയുന്നത്, ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈസ് എന്ന് പറയുന്നത്. അത് ഓർമ്മയിലുണ്ടാവും. പിന്നെ മറ്റൊരു പോയിന്റ്, ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസും അതുപോലെ പ്രീ ഇൻഡിപെൻഡൻസും സ്വാതന്ത്ര്യത്തിന് മുന്നും ശേഷവും ഉള്ള രൂപത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യ എങ്ങനെയാണ്, ഇതിന് ശേഷമുള്ള ഇന്ത്യ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ലിങ്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തിങ്കറും ആണ് മോറിസ് ജോൺസ് എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ 2 കൺസെപ്റ്റുകളാണ്.
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ബാർഗൈനിങ് ഫെഡറലിസം എന്നുള്ള കൺസെപ്റ്റ് ആണ്. ബാർഗൈനിങ് ഫെഡറലിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫെഡറലിസം എന്നുള്ള ടോപ്പിക് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഓർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് ഈ ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അവിടെ ഒരു സെന്ററിന്റെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബാർഗൈൻ ചെയ്യുന്ന ഒരു രൂപത്തിലേക്കുള്ള സ്റ്റേറ്റിന്റെ ഒരു മാറ്റം, ആ ഒരു രൂപപ്പെടൽ, അതിനെയാണ് ഈ ഒരു ബാർഗൈനിങ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഫ്രേസ് ആണിത്. പിന്നെ സൈന്റ്ലി ഇഡിയംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെ വരുന്നു വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട്, പൊളിറ്റിക്കൽ ലാംഗ്വേജസ് ഉണ്ട്. അതിൽ ലാംഗ്വേജ് ഓഫ് ട്രഡീഷണൽ പൊളിറ്റിക്സും ലാംഗ്വേജ് ഓഫ് മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്സും ലാംഗ്വേജ് ഓഫ് സൈന്റ്ലി ഇഡിയംസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒരു സൈന്റ്ലി ഇഡിയംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗാന്ധിയനായിട്ടുള്ള വിനോബ ഭാവെ, അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയാ റിലീജിയസ് ആയിട്ടുള്ള ഒരു സൈന്റ്ലി ആയിട്ടുള്ള അതിന് റോളുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു കരിസ്മാറ്റിക് പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ലാംഗ്വേജ് രൂപപ്പെടുക ഇന്ത്യയിൽ. ഇപ്പം നമ്മളിപ്പോൾ സ്പെസിഫിക് ഏതെങ്കിലും ഒരു റിലീജിയസ് ലീഡർ അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് അവരുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റോള് പൊളിറ്റിക്സിൽ അവർക്കുള്ള ഒരു പങ്ക്, അവരുടെ കാര്യങ്ങളെ പൊളിറ്റിക്സിലെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അവർക്കുള്ള റോൾ, അതിനാണ് ഈ ഒരു സൈന്റ്ലി ഇഡിയംസ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ഉണ്ട് എന്നുള്ളത് മോറിസ് ജോൺസ് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളാണ് പ്രധാനപ്പെട്ടത്. ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് വർക്കാണ്. പിന്നെ പാർലമെന്റ് ഇൻ ഇന്ത്യ, അതുപോലെ പൊളിറ്റിക്സ് മെയിൻലി ഇന്ത്യ, ഇതും മോറിസ് ജോൺസിന്റെ പ്രധാനപ്പെട്ട ബുക്സ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്കർ എന്ന് പറയുന്നത് പാർത്ഥ ചാറ്റർജി ആണ്. പാർത്ഥ ചാറ്റർജി എന്ന് പറയുന്നത് സബാൾട്ടേൺ സ്റ്റഡീസ് കളക്റ്റീവ്, ഈ സബാൾട്ടേൺ സ്റ്റഡീസ് കേട്ടിട്ടുണ്ടോ? സബാൾട്ടേൺ വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യ, റിസ, രണ്ടാൾക്കാരേ ഉള്ളൂ. നിങ്ങള് ലൈവിലില്ലേ? മൈക്ക് ഓൺ ആക്കിയിട്ടും പറയട്ടോ, ഫുള്ള് ചാറ്റിൽ തന്നെ വേണമെന്നില്ല. കേട്ടിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ എന്താണ് സബാൾട്ടേൺ? ഓക്കെ, ഭാഗ്യ അറിയോ സബാൾട്ടേൺ എന്താ? അറിയുന്നത് പറയട്ടോ, നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്കഷൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതേ ഉള്ളൂ. കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താന്ന് ഓർമ്മ വരുന്നില്ല. ഓക്കെ, സബാൾട്ടേൺ പൊളിറ്റിക്സ് അല്ലെങ്കിൽ സബാൾട്ടേൺ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത്, അതായത് കീഴാള പഠനം നമ്മൾ മലയാളത്തിൽ അതിന് പറയാം. ഒരു പെർട്ടിക്കുലർ ആയിട്ട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അത് ഒരുപാട് കാലത്തേക്ക് അവർ ഒരു പെർട്ടിക്കുലർ പീപ്പിളിന്, സെക്ഷൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു തരത്തിലും ഉള്ള അഡ്വാൻസ്മെന്റ് ഇല്ലാതെ വളരെ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സബാൾട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദിവാസികളെ കുറിച്ച് പറയുമ്പോൾ പറയാനുണ്ടല്ലോ, അവർക്ക് സ്റ്റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിനോട് തന്നെ അവർക്ക് വളരെ ദൂരത്ത് നിലനിൽക്കുന്ന ആൾക്കാരാണ്. നേരെ സ്റ്റേറ്റുമായിട്ട് എൻഗേജ് സ്വീകരിക്കപ്പെടാതെ മാറ്റി നിർത്തപ്പെട്ട ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് മുന്നേ ഒക്കെ നമ്മൾ പൂർവ്വകാലത്തൊക്കെ നമ്മൾ പറയും കാസ്റ്റ് നിലനിന്നിരുന്നു, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈറാർക്കീസ് കാര്യങ്ങൾ നിലനിന്നിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ നിലവിലും ഇന്ന് നമ്മൾ ഈ 21ാമത്തെ നൂറ്റാണ്ടിൽ സംസാരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ട്രൈബൽ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് ഇന്നും അവർക്ക് വോയിസ് ഇല്ല. അവരെ മാറ്റി നിർത്തപ്പെട്ടിട്ടാണുള്ളത്. പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് കാര്യങ്ങൾ, ബെനഫിറ്റ്സ്, ഈ പറഞ്ഞ സ്റ്റേറ്റ് ഡെലിവർ ചെയ്യുന്ന വെൽഫെയർ സർവീസ് കാര്യങ്ങളൊന്നും ആക്സസ് ഇല്ലാത്ത ഒരു രൂപത്തിൽ അവർ മാറ്റി നിർത്തപ്പെടുകയാണുള്ളത്. അപ്പൊ അത്തരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സബാൾട്ടൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കേവലം ഒരു ക്ലാസ് മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു കാസ്റ്റിനെ മാത്രം ആസ്പെക്ട് ആക്കിയിട്ടുള്ളതല്ല, കുറച്ച് എല്ലാ അർത്ഥത്തിലും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഡൗൺ റോഡൻ ആയിട്ടുള്ള വിഭാഗത്തിനാണ് ഈ സബാൾട്ടേൺ എന്ന് ഉപയോഗിക്കുക. ഈ സബാൾട്ടേൺസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് വർക്ക് എന്ന് പറയുന്നത് അന്റോണിയോ ഗ്രാംഷിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്റോണിയോ ഗ്രാംഷിയിൽ തുടങ്ങിയിട്ട് പിന്നെ ലേറ്റർ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ സബാൾട്ടേൺ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സബാൾട്ടേണിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് പാർത്ഥ ചാറ്റർജി എന്ന് പറയുന്നത്. അപ്പൊ പാർത്ഥ ചാറ്റർജി അല്ലാതെ രഞ്ജിത്ത് ഗുഹ, ഡാവിഡ് ഹെർഡിമാൻ,
ഗായത്രി ചക്രവർത്തി സ്പൈവക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തിങ്കേഴ്സ് ഈ സബാൾട്ടൺ സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നുണ്ട്. കീഴാള വിഭാഗങ്ങളെ വോയിസിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പൊ അതിൽ പാർത്ഥ ചാറ്റർജിന്റെ ഒരു ആസ്പെക്ട് സബാൾട്ടൺ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഉണ്ടാവാം. ഈ സബാൾട്ടണിസം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കും. അതായത് ഈ ഒരു ആസ്പെക്ട് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഈ സബാൾട്ടേണിസത്തെ കുറിച്ചിട്ട് സബാൾട്ടേണിറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു തിങ്കറാണ് പാർത്ഥ ചാറ്റർജി എന്ന് പറയുന്നത്. ഓക്കെ, പാർത്ഥ ചാറ്റർജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സൊസൈറ്റി എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻ കോൺട്രഡിക്ഷൻ ടു സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റി എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? നമ്മൾ എന്തായാലും UG ഫൈനൽ ഇയേഴ്സ് ആണ്, അപ്പൊ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്? എന്താണ് സിവിൽ സൊസൈറ്റി എന്നുള്ളതിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതിനെ കുറിച്ച് അറിയോ? എന്താണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്? ഓക്കെ, രണ്ടാൾ പറയുന്നില്ലല്ലോ. ഓക്കെ, ഫൈൻ. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സ്റ്റേറ്റ് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സർവീസുകളെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം വിദ്യാഭ്യാസത്തിലും പിന്നെ മറ്റ് കാര്യങ്ങളിൽ എംപ്ലോയ്മെന്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയാല്ലേ. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് അവർക്ക് വേണ്ട പ്രശ്നങ്ങളെ സ്റ്റേറ്റിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ അവർക്ക് അറിയാം. അവർക്ക് അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. കുറച്ച് വിദ്യാഭ്യാസം കാര്യങ്ങളും ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്കെതിരെ എന്തെങ്കിലും സ്റ്റേറ്റ് ഇപ്പൊ ഒരു പോളിസി നടപ്പിലാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതി അവതരിപ്പിക്കുകയോ ചെയ്താൽ സ്റ്റേറ്റ് എടുക്കുന്ന എന്ത് കാര്യത്തിനും ക്വസ്റ്റ്യൻ ചെയ്യാൻ അവർക്ക് വേണ്ട കാര്യങ്ങളെ ആവശ്യപ്പെടാനുള്ള കരുത്തുള്ള ഒരു വിഭാഗമാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവും, ഡിഫറെന്റ് റിലീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബ്രോഡ് ഏരിയ ആണ് സിവിൽ സൊസൈറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള സിവിൽ സൊസൈറ്റിയിൽ പെടാത്ത അതിൽ ഉൾക്കൊള്ളാത്ത നമ്മൾ നേരത്തെ പറഞ്ഞ കീഴാളരുണ്ടല്ലോ, മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് പൊളിറ്റിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ പൊളിറ്റിക്കൽ സൊസൈറ്റി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സിവിൽ സൊസൈറ്റിയും പൊളിറ്റിക്കൽ സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിവിൽ സൊസൈറ്റിക്ക് ഈ സ്റ്റേറ്റുമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ ഉണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ആക്സസ് ചെയ്യാനുള്ള കരുത്ത് അവർക്കുണ്ട്. പക്ഷെ ഈ പൊളിറ്റിക്കൽ സൊസൈറ്റിക്ക് അതില്ല. അവർ മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവർക്ക് വോയിസ് ഇല്ല. സ്വന്തമായിട്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് അവർക്ക് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഡെലിവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു അവസ്ഥയിൽ തന്നെ അങ്ങ് മുന്നോട്ട് കൊണ്ടുവരും. ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മൾ എവിടെയാണ് കാണുക? നമ്മൾ ചിലപ്പം ടൗണുകളിലൊക്കെ പോയാൽ, കേരളത്തിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ വന്നാൽ ഒരുപാട് ആ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റികൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ ഏതെങ്കിലും പാലത്തിന്റെ അടിയിലും മറ്റും വീട്ടിലും മറ്റൊന്നും താമസിക്കാത്ത വളരെ തെരുവിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ആക്സസും അവർക്ക് ഉണ്ടാവില്ല. അവര് ജസ്റ്റ് പാർത്ത ചാറ്റർജി തന്നെ ഉപയോഗിക്കുന്നത് സിവിൽ സൊസൈറ്റിന്ന് ആൾക്കാർ സിറ്റിസൺസ് ആണ്, അവർക്ക് ഒരു പൗരന്മാരാണ്, അവർക്ക് വോട്ടവകാശമുണ്ട്, അവർക്ക് എല്ലാവിധ അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ പൊളിറ്റിക്കൽ സൊസൈറ്റിക്ക് അതില്ല. അവർ ഒരു സിറ്റിസൺ പോലും അല്ല, ജസ്റ്റ് മിയർ പോപ്പുലേഷൻ ആണ്. അവർ ജസ്റ്റ് ഒരു മനുഷ്യർ എന്നുള്ള ഒരു പോപ്പുലേഷൻ എന്നുള്ള മാത്രമേ അവർക്ക് വാല്യൂ ഉള്ളൂ. ജന്മം കൊണ്ടൊരു മനുഷ്യരാണ്, പക്ഷെ അവർക്ക് ഒരു ആക്സസും ഇല്ല, ഒരു കാര്യമില്ലാത്ത ആൾക്കാരാണ്. ആ ഒരു ഡിഫറൻസിനാണ് ഈ പൊളിറ്റിക്കൽ സൊസൈറ്റി സിവിൽ സൊസൈറ്റി ഡിഫറൻസിലായിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ആ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. കാരണം ഇന്ത്യയിൽ ഈ പൊളിറ്റിക്കൽ സൊസൈറ്റി എന്നുള്ള കാര്യത്തിനെ ആസ്പെക്ട് ആക്കിയിട്ട് ഒരുപാട് കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ പിന്നീട് ഇതിനെ ക്രിട്ടിക് ആയിട്ടും സപ്പോർട്ടായിട്ടും വരുന്നുണ്ട്, പല സ്കോളേഴ്സും കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് എന്നുള്ള ഒരു ടേം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഒരു നാഷണാലിസം ആസ് എ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഇന്ത്യൻ നാഷണാലിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നേരിട്ട് ഉത്ഭവിച്ച ഒരു കാര്യമല്ല, മറിച്ച് അത് ഡെറിവേറ്റഡ് ആണ്. അത് ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ ഒരു പശ്ചാത്തലമുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഇന്ത്യൻ നാഷണാലിസം എന്ന് പറയുന്നത്. അപ്പൊ ഒരു നാഷണാലിസ്റ്റിക് ക്രിട്ടിക് കൂടിയാണ് ആര് പാർത്ഥ ചാറ്റർജി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണലിസം എന്നുള്ളത് ഒരു ഡെറിവേറ്റഡ് ആയിട്ട് ഒരു മറ്റ് കൊളോണിയൽ പശ്ചാത്തലത്തിൽ നിന്നും ഡെറിവേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ഡിസ്കോഴ്സ് ആണ് ഇന്ത്യൻ നാഷണലിസം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹത്തിന്റെ നാഷണാലിസ്റ്റ് തോട്ട് ആൻഡ് കൊളോണിയൽ വേൾഡ് എ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, പിന്നെ ആന്റി കൊളോണിയൽ നാഷണാലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടി അദ്ദേഹം ഈ ഒരു ആസ്പെക്റ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ,
ഇനി നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ സൊസൈറ്റിക്ക് ഫേവർ ചെയ്ത് സിവിൽ സൊസൈറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട തിങ്കർ കൂടിയാണ്. ഈ കൊളോണിയൽ നാഷണാലിസ്റ്റ് തോട്ടിന്റെ 3 സ്റ്റേജസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മൊമെന്റ് ഓഫ് ഡിപ്പാർച്ചർ, മൊമെന്റ് ഓഫ് മാനുവർ, മൊമെന്റ് ഓഫ് അറൈവൽ. അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടതില്ല, അത്ര ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ഇതിലൊന്നും ചോദിക്കൂല. പക്ഷെ ഇതിന്റെ 3 സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇൻ കേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മിസ്സാവാൻ പറ്റില്ല. ഓക്കെ. പിന്നെ മേജർ വർക്സിൽ നാഷണാലിസ്റ്റ് ഫ്രാഗ്മെന്റ്സ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പൊളിറ്റിക്സ് ഓഫ് ദ ഗവേൺഡ്, പിന്നെ ലീനേജസ് ഓഫ് പൊളിറ്റിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് വർക്ക് കൂടി ഉണ്ട്. ഓക്കെ. പൊളിറ്റിക്സ് ഓഫ് ദ ഗവേൺഡും ഈ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ തന്നെയാണ് അതിലും പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട തിങ്കർ എന്ന് പറയുന്നത് അമർത്യ സെന്നാണ്. അമർത്യ സെന്നിനെ കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലെ. നോബൽ ലോറിറ്റ് ആണ് അദ്ദേഹം. ഒരു വെൽഫെയർ എക്കണോമിസ്റ്റ് കൂടിയാണ് പ്രധാനപ്പെട്ട. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ശരിക്കും അമർത്യ സെന്നെ നമ്മൾ കാണേണ്ടത്, മറിച്ച് ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ പല ആസ്പെക്ടുകളെ കുറിച്ചിട്ടുള്ള വളരെ ക്രിട്ടിക്കായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിർണായകമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. അപ്പോൾ സെന്നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കാപ്പബിലിറ്റി അപ്രോച്ച് ആണ്. കാപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റിസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജസ്റ്റിസ് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാപ്പബിലിറ്റി അപ്രോച്ച് എന്നുള്ളത് അതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ചാണ്. ജസ്റ്റ് ഒരു കാര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ മാത്രം, അല്ലെങ്കിൽ ഒരു തുല്യ അവസ്ഥയിൽ നമ്മൾ റൊണാൾഡ് ഡോക്കിന്റെ ഈക്വാലിറ്റി ഓഫ് റിസോഴ്സസ് എന്നൊക്കെയുള്ള അപ്രോച്ചിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ജസ്റ്റ് ഒരു ഡെലിവർ ചെയ്യുക, ഒരാൾക്ക് ഒരു പുസ്തകം കൊടുത്താൽ അവർ എഡ്യൂക്കേഷൻ കിട്ടൂല, ലിറ്ററേറ്റ് ആവില്ല, മറിച്ച് അവർക്കുള്ള ആ കാപ്പബിലിറ്റി കൂടി കൊടുക്കുമ്പോഴേ അവർ പൂർണ്ണാർത്ഥത്തിൽ എഡ്യൂക്കേറ്റഡ് ആവുള്ളൂ. അത്തരത്തിൽ ഒരു എക്സാമ്പിൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ആസ്പെക്റ്റിൽ ഹ്യൂമൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാപ്പബിലിറ്റീസ് ഉണ്ട്. ഐ തിങ്ക് 7 കാപ്പബിലിറ്റീസ് ആണ് സെന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാപ്പബിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റിയിൽ ഫ്രീഡം എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റും ഒരു ഹ്യൂമൻ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ, ഒരു ഈക്വാലിറ്റി ഓഫ് ജസ്റ്റിസ് അപ്പോഴേ നിലനിൽക്കുള്ളൂ. ഒരു തുല്യമായിട്ടുള്ള നീതി, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള നീതി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാപ്പബിലിറ്റി അപ്രോച്ച് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാപ്പബിലിറ്റി അപ്രോച്ചിൽ പ്രധാനമായിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തിങ്കറാണ്. അതല്ലാതെ മാർത്ത നുസ്ബോം പോലുള്ള മറ്റ് തിങ്കേഴ്സ് ഒക്കെ ഈ ഒരു അപ്രോച്ചിന് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു കൺസെപ്റ്റ് ആണ് ഇൻസ്ട്രുമെന്റൽ ഫ്രീഡം എന്നുള്ളത്. ഓക്കെ. ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് അദ്ദേഹം കാണുന്നത്. അതിൽ 5 തരത്തിലുള്ള ഫ്രീഡം അദ്ദേഹം പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ട്, എക്കണോമിക് ഫ്രീഡം, സോഷ്യൽ ഫ്രീഡം, ട്രാൻസ്പെറൻസി ഗ്യാരണ്ടീസ്, അതുപോലെ പ്രൊട്ടക്റ്റീവ് സെക്യൂരിറ്റീസ്. ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഫ്രീഡം ഉൾക്കൊള്ളുന്ന ഒരു കൺസെപ്റ്റാണ് ഇൻസ്ട്രുമെന്റൽ ഫ്രീഡം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. പിന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മഹബൂബുൽ ഹക്ക് ആണെന്ത് HDI ഇൻഡെക്സ്, HDI എന്ന് പറയുന്നത് അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ ഒരു ഇൻഡെക്സ് കോയിൻ ചെയ്യുന്നതിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ മഹബൂബുൽ ഹക്കിനെ സഹായിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്കണോമിസ്റ്റ് കൂടിയാണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർമ്മയിലുണ്ടാവുക. പിന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് ഇനീക്വാലിറ്റി റീ എക്സാമിനിറ്റ്, അതുപോലെ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഫ്രീഡം എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കൺസെപ്റ്റ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകത്തിന്റെ ടൈറ്റിൽ കൂടിയാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഐഡന്റിറ്റി ആൻഡ് വയലൻസ്, അതുപോലെ ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്നുള്ള പുസ്തകവും അമർത്യ സെന്നിന്റേതാണ്. ഓക്കെ. ഐഡിയ ഓഫ് ജസ്റ്റിസും ഈ ഡെവലപ്മെന്റ് ഓഫ് ഫ്രീഡം ഒക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന പുസ്തകം കൂടിയാണ്. പിന്നെ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പുസ്തകമുണ്ട്, അത് കൺഫ്യൂസ്ഡ് ആവാൻ പറ്റില്ല. ഐഡിയ ഓഫ് ഇന്ത്യ എന്നുള്ളത് സുനിൽ ഖിൽനാനി എന്നുള്ള തിങ്കറുടേതാണ്. ഐഡിയ ഓഫ് ജസ്റ്റിസ് ആണ് അമർത്യ സെന്നിന്റെ. ഓക്കെ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു തിങ്കർ എന്ന് പറയുന്നത് ഓസ്റ്റിൻ ആണ്, ഗ്രാൻവിലെ ഓസ്റ്റിൻ. അദ്ദേഹം ഒരു ഫോറിൻ ഓതർ ആണ്. അദ്ദേഹത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഉള്ള വർക്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നെറ്റ് എക്സാമിന് മുമ്പേ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ
നെഹ്റു, പട്ടേൽ, ആസാദ്, പ്രസാദ്. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബുൽ കലാം ആസാദ്, രാജേന്ദ്ര പ്രസാദ്. ഈ 4 തിങ്കേഴ്സ്, ഇവർ 4 പേര് ഉൾക്കൊള്ളുന്ന ഒരു ടീമിനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒളിഗാർക്കി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റീസെന്റ് അടക്കം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഈ ഒളിഗാർക്കി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇവർക്കാണ് അവിടെ റോൾ, ഇവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ആ ഒരു അർത്ഥത്തിൽ ഒളിഗാർക്കി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ആ പേര് ഓർമ്മയിലുണ്ടാവണം, നെഹ്റു, പട്ടേൽ, ആസാദ്, പ്രസാദ്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് കോൺഗ്രസ് ആൻഡ് കോൺഗ്രസ് വാസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ളത് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺഗ്രസിന് എത്രത്തോളം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഹോൾഡ് ഉണ്ടായിരുന്നു എന്നുള്ള സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു സെന്റൻസ് ആണ്. പിന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ബോത്ത് DPSP ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ കൺസൈൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം ഡിഫറെന്റ് വേർഡ്സിൽ ഫ്രേസിൽ ഉപയോഗിക്കുന്നുണ്ട്. ആസ് എ സീംലെസ് വെബ്, പിന്നെ ആസ് എ സോഷ്യൽ ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടേംസിൽ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 2 പ്രധാനപ്പെട്ട പുസ്തകമാണ് ഓസ്റ്റിന്റേതായിട്ടുള്ളത്, വർക്കിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നാഷൻ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് തിങ്കർ എന്ന് പറയുന്നത് അബ്ദുൽ കോഹ്ലിയാണ്. അബ്ദുൽ കോഹ്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ക്രൈസിസ് ഓഫ് ഗവേണബിലിറ്റി എന്ന് പറയുന്നത്. ഇത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ ക്രൈസിസ് ഓഫ് ഗവേണബിലിറ്റി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രജനി കൊട്ടാരി പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് സിസ്റ്റം, കോൺഗ്രസിന്റെ ഒരു ഡൊമിനൻസ് ഒക്കെ. അപ്പൊ ആ ഒരു കോൺഗ്രസ് സിസ്റ്റം തകർന്നതോടുകൂടി അവിടെ ഒരു ഗവേണബിലിറ്റി ക്രൈസിസ് വരാൻ തുടങ്ങി. കാരണം കോൺഗ്രസിന് ഉണ്ടായ ഒരു ഹോൾഡ് മറ്റൊരു പാർട്ടിക്കും അല്ലെങ്കിൽ അതിന് ശേഷം വന്നിട്ടുള്ള ചില അലയൻസിന് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒരു പെർമനന്റ് ആയിട്ട് ഇപ്പൊ വർഷങ്ങളോളം കോൺഗ്രസ് ഒരു ബുദ്ധിമുട്ടില്ലാതെ, മറ്റൊരു ഒപ്പോസിഷൻ ഇതും ഇല്ലാതെ, ഒരു പവറും ഇല്ലാതെ എത്ര സ്മൂത്ത് ആയിട്ട് ഭരിച്ചിരുന്നു, അത് പിന്നീട് മാറാൻ തുടങ്ങി. കാരണം ഓരോ എലക്ഷൻ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ എലക്ഷൻ കഴിഞ്ഞ് അതിന്റെ ടേം, ആ ഗവൺമെന്റ് ടേം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അവര് നോ കോൺഫിഡൻസ് മോഷനിലും മറ്റൊക്കെ ആയിട്ട് പുറത്തു വന്ന അടുത്ത ടീമിന് വഴിമാറുന്ന ഒരവസ്ഥ, അതൊരു ഗവേണബിലിറ്റി ക്രൈസിസ് രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് 2 ട്രാക്ക് ഡെമോക്രസിയാണ്. 2 ട്രാക്ക് ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ 2 തരത്തിൽ, ഒന്ന് എലക്ഷന്റെ സമയത്തും ഒന്ന് എലക്ഷൻ കഴിഞ്ഞു. എലക്ഷന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടുള്ള ഡെമോക്രസി. നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോ നാട്ടിലിപ്പം വോട്ട് തേടിയിട്ട് ഓരോ സ്ഥാനാർത്ഥികൾ നമ്മളെ നാട്ടിലേക്ക് വരും. അപ്പൊ ഭയങ്കര സംഭവമായിരിക്കും, വൻ ഓഫറുകളായിരിക്കും അവർ വെക്കുക. എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് അവരെ കിട്ടൂല. 5 വർഷം കഴിഞ്ഞിട്ടാണ് ആ പരിസരത്തേക്ക് അവർ വരിക, നമ്മൾ തമാശ രൂപേണ പറയാറുണ്ട്. അപ്പൊ തന്നെയാണ് ഈ സംഗതി. ഇലക്ഷന്റെ സമയത്ത് പാർട്ടികൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി, മാനിഫെസ്റ്റോ കാര്യങ്ങളൊക്കെ, അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഡള്ളായിട്ട് മാറുന്നത്. ഡ്യൂറിങ് ഇലക്ഷൻ അത് വളരെ തിളക്കമാർന്നതായിരിക്കും, ഇലക്ഷൻ കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ഈ 2 ട്രാക്ക് ഡെമോക്രസി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ വർക്കുകൾ, പ്രധാനപ്പെട്ട വർക്കുകളാണ് ഡെമോക്രസി ആൻഡ് ഡിസ്കണ്ടന്റ്, ഇന്ത്യസ് ഗ്രോയിങ് ക്രൈസിസ് ഓഫ് ഗവേണബിലിറ്റി എന്നുള്ളത്, പോവർട്ടി അമിഡ് പ്ലെന്റി ഇൻ ഇന്ത്യ, ന്യൂ ഇന്ത്യ, ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, സ്റ്റേറ്റ് ഡയറക്ടഡ് ഡെവലപ്മെന്റ്, സക്സസ് ഓഫ് ഇന്ത്യസ് ഡെമോക്രസി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അതിൽ കോഹ്ലിൻ്റെതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ള ഡോയിൻ എന്ന് പറയുന്നത് പോൾ ബ്രാസ് ആണ്. പോൾ ബ്രാസിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ഒരു ഫാക്ഷനാലിസം ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ഷനാലിസത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം പഠനം നടത്തി എന്നുള്ളതാണ്. ഫാക്ഷനാലിസം എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് പാർട്ടി ഫാക്ഷനാലിസം മാത്രമല്ല, മറിച്ച് റിലീജിയസ് ആയിട്ടുള്ള ഫാക്ഷനാലിസം, പിന്നെ വയലൻസ് പോലുള്ള കാര്യങ്ങൾ, കലക്റ്റീവ് വയലൻസ്, നമുക്കറിയാം കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണൽ വയലൻസുകൾ, വർഗീയ കലാപങ്ങൾ. നമ്മൾ ഒരുപാട് വർഗീയ കലാപങ്ങൾ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഹിന്ദു മുസ്ലിം തമ്മിലുള്ള വർഗീയ കലാപങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ, കേരളത്തിലൊക്കെ വളരെ റിലേറ്റീവ്ലി ലെസ് ആണ് ഈ കമ്മ്യൂണൽ വയലൻസ് ഒക്കെ. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും, വളരെ റീസെന്റ് ആയിട്ട് അടക്കം നമ്മൾ കമ്മ്യൂണൽ വയലൻസ് കണ്ടിട്ടുണ്ട്.
അപ്പൊ ആ ഒരു വയലൻസിനെ കുറിച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റഡി, ഫാക്ഷനാലിസത്തെ കുറിച്ചിട്ടുള്ള ഫിയർ, ഡൗട്ട്സ്, ട്രെപ്പിഡേഷൻ പോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ് പോൾ ബ്രാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, IRS എന്നാണ് അത് അറിയപ്പെടുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റൈറ്റ് സിസ്റ്റം. അതായത് ഒരു കമ്മ്യൂണൽ വയലൻസ് നടക്കുമ്പം അവിടെ എങ്ങനെയാണ് സ്റ്റേറ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വയലൻസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള അതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഈ IRS എന്നുള്ള ഒരു സിസ്റ്റമാണ് അദ്ദേഹം കോയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം അത് ആക്ടിവേഷൻ ചെയ്യുന്നതിൽ, പിന്നെ അത് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിൽ, പിന്നെ അതിനെ ന്യായീകരിക്കുന്ന ഒരു രൂപത്തിലേക്ക് അത് എങ്ങനെയാണ് മാറുന്നത്, അതിന്റെ ഒരു സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ഈ IRS സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് വയലൻസിനെ കുറിച്ച് പഠിച്ചിട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ അദ്ദേഹം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത് UP-നെ കുറിച്ചാണ്, ഉത്തർപ്രദേശിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ് പൊളിറ്റിക്സിനെയാണ് പോൾ ബ്രാസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സെന്റൻസ്, അദ്ദേഹം ഒരു ആർട്ടിക്കിളിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സെന്റൻസ് ആണ്, ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബോൺ മോർ ഇൻ ഫിയർ ആൻഡ് ട്രെപ്പിഡേഷൻ ദാൻ ഇൻ ഹോപ്പ് ആൻഡ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനൊരു ക്രിട്ടിക്കായിട്ട് അദ്ദേഹം ഒരു ടേം ഉപയോഗിക്കുന്നുണ്ട്, ഒരു സെന്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. അത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ളത് കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, വളരെ ഇമ്പോർട്ടന്റ് പുസ്തകമാണ്. ഫാക്ഷണൽ പൊളിറ്റിക്സ് ഇൻ ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്, അതുപോലെ കാസ്റ്റ്, ഫാക്ഷൻ ആൻഡ് പാർട്ടി ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. പിന്നെ കമ്മ്യൂണൽ വയലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ആണ് പ്രൊഡക്ഷൻ ഓഫ് ഹിന്ദു മുസ്ലിം വയലൻസ് ഇൻ കണ്ടംപററി ഇന്ത്യ എന്നുള്ളത്. ഓക്കെ. പിന്നെ മറ്റൊരു പ്രധാന തിങ്കർ എന്ന് പറയുന്നത് ക്രിസ്റ്റോഫ് ജെഫ്രലിയാണ്. ഇദ്ദേഹം ഇപ്പം ജീവിച്ചിരിക്കുന്ന, നിലവിൽ ഒരുപാട് എൻഗേജ് ചെയ്യുന്ന ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ്കറാണ്. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മളുടെ പ്രൊഫസർ ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു, ഹീസ് മോർ ഇന്ത്യൻ ദാൻ അസ്. നമ്മളതിനെക്കാട്ടി ഇന്ത്യനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇതൊരു ഫ്രഞ്ച് എഴുത്തുകാരനാണ്, ഒരു റൈറ്റർ, ഫിലോസഫറാണ് ക്രിസ്റ്റോഫ് ജെഫ്രലെ. പക്ഷെ അദ്ദേഹം ഇന്ത്യന്റെ ഡിഫറെന്റ് ആസ്പെക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വർക്കുകൾ, എസ്പെഷ്യലി ഹിന്ദു നാഷണാലിസത്തെ കുറിച്ചും ഹിന്ദുത്വ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഹിന്ദു നാഷണാലിസം, ഡെമോക്രസി, അതുപോലെ കാസ്റ്റ് മൊബിലൈസേഷൻ, എത്നിക് കോൺഫ്ലിക്റ്റ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള വർക്കുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ജെഫ്രലാൻഡ് ആയിട്ടുള്ളത് സൈലന്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അഥവാ ഈ സൈലന്റ് റെവല്യൂഷൻ എന്നുള്ളത് അദ്ദേഹം കോയിൻ ചെയ്തൊരു വേർഡാണ് നമുക്ക് പറയുക, സൈലന്റ് റെവല്യൂഷൻ എന്നുള്ളത്. പക്ഷെ ഇന്ത്യൻ ആസ്പെക്റ്റിൽ സൈലന്റ് റെവല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആളാണ് ജെഫ്രലെ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു അപ്പർ കാസ്റ്റ് എലീറ്റ്സ് എന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ലോവർ മിഡിൽ കാസ്റ്റിലേക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു പവർ ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത്, ഇലക്ഷനിലൂടെ, ഇലക്ഷൻ എങ്ങനെയാണ് അതിന് റോള് വഹിച്ചിട്ടുള്ളത്, ആ ഒരു പവർ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ആ ഒരു സൈലന്റ് ആയിട്ട് സ്റ്റേറ്റിലൊക്കെ നടന്നിട്ടുള്ള, എസ്പെഷ്യലി UP, ബീഹാർ പോലെയുള്ള ഏരിയാസിലൊക്കെ, സ്റ്റേറ്റിലൊക്കെ ഈ ലോവർ കാസ്റ്റ് ലീഡേഴ്സ് അവര് എങ്ങനെയാണ് ഈ എലൈറ്റ് പാർട്ടിനേക്കാളും പവർ നേടിയിട്ട് ആ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ചാണ് അദ്ദേഹം പഠിക്കുന്നത്. എസ്പെഷ്യലി പിന്നെ ബഹുജൻ സമാജ് പാർട്ടി, BSP, UP-യിലുള്ള പാർട്ടി, ഒരു ദളിത് അസോസിയേഷനിലൂടെ അവിടെ മായാവതി പവറിലേക്ക് വന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദളിത് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ഒരു ട്രാൻസ്ഫർ, പവർ ട്രാൻസ്ഫർ ആണ് യഥാർത്ഥത്തിൽ ഒരു ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സ് കൊണ്ടുവന്നത്. ഒരു എലീറ്റ് പാർട്ടിക്ക് മാത്രമല്ല, മറിച്ച് ലോവർ ക്ലാസ്സിൽ ഉള്ള പാർട്ടിക്ക്, ലോവർ ക്ലാസ് ഡിമാൻഡ്സിനെ ആസ്പയർ ചെയ്യുന്ന പാർട്ടിക്ക് കൂടി പൊളിറ്റിക്സിൽ റോൾ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഒരു ട്രൂ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട വർക്കുകളാണ്, ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ജെഫ്രലാൻഡിന്റെ വർക്കുകൾ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യാസ് സൈലന്റ് റെവല്യൂഷൻ എന്നുള്ളതാണ്. പിന്നെ ഹിന്ദു നാഷണാലിസം റീഡർ, ഹിന്ദു നാഷണാലിസമായിട്ട് ബന്ധപ്പെട്ട്, ഹിന്ദുത്വമായിട്ട് ബന്ധപ്പെട്ടൊക്കെ റീസെന്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ, നല്ല പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ റിലീജിയൻ, കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, റൈസ് ഓഫ് ദ പ്ലെബിയൻസ് എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് കുമാറിന്റെ ഒന്നിച്ചുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. പിന്നെ മറ്റൊരു ഇലക്ട്രൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരു പ്രധാന തിങ്കറാണ് യോഗേന്ദ്ര യാദവ്. യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടംപററി ആയിട്ടുള്ള ഇവർ കൂടെയാണ്. അദ്ദേഹം പ്രശാന്ത് ഭൂഷണുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് 2016 സ്വരാജ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പാർട്ടി, സ്വരാജ് പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ.
അപ്പൊ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകൾ, പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് പോസ്റ്റ് കോൺഗ്രസ് പൊളിറ്റി. പോസ്റ്റ് കോൺഗ്രസ് പൊളിറ്റി എന്നുള്ളത് ഇദ്ദേഹവും സുഹാസ് പൽഷിക്കാറും അതുപോലെ KC സൂര്യയും, ഇവര് 3 പേര് ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ ഒരു സെക്കൻഡറി നെയിം ആണ്, ഇതിന്റെ സബ് ടൈറ്റിൽ ആണ് ഈ പോസ്റ്റ് കോൺഗ്രസ് പൊളിറ്റി എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പിന്നെ സെക്കൻഡ് ഡെമോക്രാറ്റിക് അപ്സേർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ 1980-കൾക്ക് ശേഷമാണ് ഈ ഒരു സെക്കൻഡ് ഡെമോക്രാറ്റിക് അപ്സേർജ് തുടങ്ങിയിട്ടുള്ളത്. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോവർ ക്ലാസസ്, സൊസൈറ്റിയിലുള്ള ലോവർ ക്ലാസസിന്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്തത്, എസ്പെഷ്യലി SC ST OBC പോലെയുള്ള കാറ്റഗറീസിലുള്ള ആൾക്കാരൊക്കെ ഒന്നുകൂടി ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് എൻഗേജ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഒന്നുകൂടി എന്താക്കി, എലൈറ്റ്സിന് മാത്രമുള്ള ഒരു ഡൊമിനേഷൻ മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന, ആക്സസ് ചെയ്യുന്ന ഒരു ഡെമോക്രാറ്റിക് അപ്സേജിനെ അദ്ദേഹം പറയുന്നത്, സെക്കൻഡ് ഡെമോക്രാറ്റിക് അപ്സേജ് എന്നുള്ള ടേം ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ വർക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഇലക്ട്രൽ പൊളിറ്റിക്സ് ഇൻ ദ ടൈം ഓഫ് ചേഞ്ച്, റീകോൺഫിഗറേഷൻ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ക്രാഫ്റ്റിംഗ് സ്റ്റേറ്റ് നാഷൻ, അതുപോലെ മേക്കിംഗ് സെൻസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നൊക്കെയുള്ള വർക്കുകൾ യോഗേന്ദ്ര യാദവിന്റെ ഇമ്പോർട്ടന്റ് വർക്കുകളാണ്. നെക്സ്റ്റ് പ്രണബ് ബർധൻ ആണ് മറ്റൊരു പ്രധാന തിങ്കർ എന്ന് പറയുന്നത്. പ്രണബ് ബർധന്റെ ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ ഉണ്ട്, അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൂടിയാണ്. ഇന്ത്യൻ ഫെഡറലിസം ഈസ് എ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ, നോട്ട് എ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. നിങ്ങൾ ഫെഡറലിസം പഠിച്ചപ്പം പഠിച്ചിട്ടുണ്ടാവും. അതായത് ഫെഡറലിസത്തിനെ 2 കാറ്റഗറീസ് ആയിട്ട് പറയലുണ്ട്. ഒന്ന്, ഒരു സെന്ററിന് അത് ഒരു സെന്റർ പവറിൽ നിന്ന് അത് ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റം, അതാണ് ഈ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. കമ്മിങ് ടുഗദർ അത് ഇന്ത്യയൊക്കെ ഒരു ഹോൾഡിംഗ് ടുഗദർ ആണ് അദ്ദേഹം പറയുന്നത് കൊണ്ട്. കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്റ്റേറ്റ്സിന് ഓൾറെഡി പവർ ഉണ്ട്, അവരൊക്കെ ചേർന്ന് വന്നിട്ട് ഒരു സെന്ററിനെ രൂപീകരിക്കും. അതായത് നമുക്കിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു എസ് എയിൽ എങ്ങനെയാണ്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആണ് നിലനിരുന്നത് അല്ലെ. അപ്പൊ അതിനെ ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്കിയിട്ടാണ് USA എന്നുള്ളത് രൂപീകരിക്കുന്നത്. അവിടെയുള്ള 50 സ്റ്റേറ്റ്സിനെ കമ്മിങ് ടുഗദർ ആയിട്ട് അതിനൊരു സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള അർത്ഥത്തിൽ ഫെഡറൽ ഗവൺമെന്റ് ആയിട്ട് അതുകൊണ്ട് ഇന്ത്യൻ ഫെഡറലിസം ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ ആണെന്നുള്ളത് പ്രണബ് ബർധൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഗ്രീൻ റെവല്യൂഷനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗ്രീൻ റെവല്യൂഷൻ എസ്പെഷ്യലി വെസ്റ്റേൺ UP-യിലും പഞ്ചാബിലും ഹരിയാനയിലൊക്കെ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസി ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡൊമിനന്റ് ക്ലാസ് കോalition എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഡൊമിനന്റ് ക്ലാസ് കോalition എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇന്ത്യയിൽ 3 തരത്തിലുള്ള ഡൊമിനന്റ് ക്ലാസ്സസ് ആണ് ഉള്ളത്. അവര് തമ്മിലുള്ള ഒരു കോalition ആണ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണ് ഈ 3 ഡൊമിനന്റ് ക്ലാസ്സസ്? ഒന്ന് ക്യാപിറ്റലിസ്റ്റുകളാണ്, രണ്ടാമത്തേത് റിച്ച് ഫാർമേഴ്സ് ആണ്, മൂന്നാമത്തത് ബ്യൂറോക്രസിയാണ്. അത് 3 ആയിട്ടുള്ള ഈ ഡൊമിനന്റ് ക്ലാസ് തമ്മിലുള്ള ഒരു കോalition ആണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെമിനാർ വർക്കാണ് പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഒരുപാട് തവണ UGC-യിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട വർക്കുകളാണ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ഗ്ലോബൽ എക്കണോമി, പോവേർട്ടി, അഗ്രേറിയൻ സ്ട്രക്ചർ ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമി ഇൻ ഇന്ത്യ എന്ന് തുടങ്ങിയിട്ടുള്ള മറ്റു വർക്കുകൾ. ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടായിരുന്നു. പിന്നെ മറ്റു ഒരു പൊളിറ്റിക്കൽ തിങ്കർ എന്ന് പറയുന്നത് സുഹാസ് പൽഷിക്കാർ ആണ്. സുഹാസ് പൽഷിക്കാർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ CSTS-ന്റെ ലോക് നീതി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. കമ്പാരേറ്റീവ് പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, ഇലക്ഷന് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുന്ന ഒരു വിഭാഗമാണ് ഈ ലോക് നീതി പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ടർ കൂടിയാണ് സുഹാസ് പൽഷിക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് കൺസെൻസസ് അഥവാ ഡെമോക്രാറ്റിക് കൺസെൻസസ് എന്നുള്ള ഒരു കോയിനേജ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അഥവാ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇന്ത്യയിൽ ഈ ഒരു മാസ് പാർട്ടിസിപ്പേഷൻ പൊളിറ്റിക്കൽ അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നതിലും അതുപോലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും കേവലം ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ബാർഗൈനിങ്ങിന് മാത്രമല്ല, മറിച്ച് ഡിസിഷൻ മേക്കിങ്ങിൽ കൂടി ഈ ഒരു മാസ് പാർട്ടിസിപ്പേഷൻ ഇന്ത്യയിലെ ലോവർ ക്ലാസ്സും മറ്റു എല്ലാ വിഭാഗം ക്ലാസ്സുകളുടെയും ഒരു കോൺട്രിബ്യൂഷൻ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡെമോക്രാറ്റിക് കൺസെൻസസ് രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഇന്ത്യൻ ഡെമോക്രസി, അതുപോലെ ലാസ്റ്റ് ഫോർട്രസ് ഓഫ് കോൺഗ്രസ് ഡൊമിനൻസ്, പിന്നെ
പാർട്ടി കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇലക്ട്രൽ പൊളിറ്റിക്സ് ഇൻ പോസ്റ്റ് കോൺഗ്രസ് പൊളിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ യോഗേന്ദ്ര യാദവും കെ.സി. സൂരിയും സുഹാസ് പൽഷിക്കാറും ചേർന്ന് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഓക്കെ. പിന്നെ ആശിഷ് നന്ദിയാണ് മറ്റൊരു തിങ്കർ. ആശിഷ് നന്ദിന്റെ ഒരു കൺസെപ്റ്റ് ആണ് തേർഡ് ഡെമോക്രാറ്റിക് അപ്സേജ്. സെക്കൻഡ് ഡെമോക്രാറ്റിക് അപ്സേജ് യോഗേന്ദ്ര യാദവിന്റേതാണ്. തേർഡ് ഡെമോക്രാറ്റിക് അപ്സേജ് എന്ന് പറഞ്ഞിട്ട് ആശിഷ് നന്ദിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ 2010 ശേഷം, അല്ലെങ്കിൽ 10 മുതൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഡെമോക്രാറ്റിക് അപ്സേജ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സർവൈവൽ ഓഫ് ഏബിളിസ്റ്റ്. ഏറ്റവും കഴിവുള്ളവർക്കുള്ള ഒരു സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. എസ്പെഷ്യലി അത് എന്താണ്, കോമ്പറ്റിറ്റീവ് ഇലക്ട്രൽ മാർക്കറ്റ്, ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ പ്രോസസ്സിനെ അത് കൊണ്ടുവന്നു. കാരണം ഒരു ലിബറലൈസേഷനും LPG നമ്മൾ പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിന്റെ ഭാഗമായിട്ട് ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് സൊസൈറ്റി രൂപപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു യൂത്ത് പാർട്ടിസിപ്പേഷൻ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇലക്ട്രൽ കോമ്പറ്റീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇലക്ട്രൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് 3 തരത്തിലുള്ള ഷിഫ്റ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, സ്റ്റേറ്റിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള ഷിഫ്റ്റ്. രണ്ടാമത്തത്, ഗവൺമെന്റിൽ നിന്ന് ഗവേണൻസിലേക്കുള്ള ഷിഫ്റ്റ്. മൂന്നാമത്തത്, സ്റ്റേറ്റ് ആസ് എ കൺട്രോളർ ടു സ്റ്റേറ്റ് ആസ് എ ഫെസിലിറ്റേറ്റർ. അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ റുഡോൾഫ് ആൻഡ് റുഡോൾഫിന്റെ ഒരു ഇന്റർവെൻഷൻ, സ്റ്റേറ്റ് എല്ലാം ഇന്റർവ്യൂൻ ചെയ്തിട്ട് റോള് വഹിക്കുക, സ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് മാറിയിട്ട് ഒന്നുകൂടി മാർക്കറ്റിന് പ്രാധാന്യമുള്ള ഒരു രൂപത്തിലേക്ക് അത് മാറി. സ്റ്റേറ്റ് ആസ് എ റെഗുലേറ്റർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രൂപത്തിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഇന്റിമേറ്റ് എനിമി, അതുപോലെ ഇല്ലിജിറ്റിമസി ഓഫ് നാഷണാലിസം, പിന്നെ ട്രഡീഷൻസ്, ടിറണി ആൻഡ് ഉട്ടോപ്പിയാസ് എന്നുള്ള വർക്കുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതും കൂടി ചിലപ്പോൾ ഇതിലുണ്ടാവും. എക്സാമിന് ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ് എന്നുള്ളത് UGC നെറ്റിൽ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ്. ഓക്കെ. ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് ആയിട്ട് ഇപ്പൊ നമ്മൾ പല സ്കോളേഴ്സിനെ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ ഇവരുടെ വർക്കുകളെ കുറിച്ച്, അവരുടെ പുസ്തകങ്ങളെ കുറിച്ച്, കൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ അതില് നമുക്ക് എല്ലാ തിങ്കേഴ്സിനെയും ഒരേപോലെ ഇങ്ങനെ വായിച്ച് ഒരുപാട് അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അവര് ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള ചില കമന്റ്സ് നടത്തിയിട്ടുണ്ട്. അവരുടെ ചില കോയിനേജ് അല്ലെങ്കിൽ ചില ഫ്രേസസ് ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് എക്സാമിന് റിപ്പീറ്റഡ്ലി ചിലപ്പോൾ അത് ചോദിക്കാറുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സുകളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ബൈഹാർട്ട് ആക്കി വെക്കണം. ഓക്കെ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ബുള്ളോക്കാട്ട് ക്യാപിറ്റലിസം. റുഡോൾഫ് ആൻഡ് റുഡോൾഫ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേം ആണ് ഇന്ത്യൻ എക്കണോമിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ റുഡോൾഫ് ആൻഡ് റുഡോൾഫിന്റെ തന്നെ മറ്റൊരു ടേം ഉണ്ട്, വീക്ക് സ്ട്രോങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യ ആസ് എ വീക്ക് സ്ട്രോങ് സ്റ്റേറ്റ് എന്നുള്ളത്. പിന്നെ മോറിസ് ജോൺസിന്റെ ടേം നമ്മൾ പറഞ്ഞു, ബാർഗൻ ഫെഡറലിസം, ഇന്ത്യൻ ഫെഡറലിസത്തിനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അസീമ സിൻഹ എന്നുള്ള തിങ്കറുടെ പോളിസെൻട്രിക് ഹൈറാർക്കി എന്നുള്ള ഒരു ടേം ഉണ്ട്. അതുപോലെ അതുൽ കോഹ്ലി പറയുന്നുണ്ട് ഇന്ത്യൻ സ്റ്റേറ്റ് ആസ് ഇന്റർചേഞ്ചബിളി വീക്ക് ആൻഡ് ക്യാപ്ചേർഡ് എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രയോഗിക്കുന്നുണ്ട്. പിന്നെ പാർത്ഥ ചാറ്റർജിന്റെ നമ്മൾ പറഞ്ഞു നാഷണാലിസം ആസ് എ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് എന്നുള്ളത്. പിന്നെ പ്രദീപ് ചിബർ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് കൂടിയാണ് ഡെമോക്രസി വിത്തൗട്ട് അസോസിയേഷൻസ് എന്നുള്ള ഒരു കോയിനേജ് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ കാഞ്ചൻ ചന്ദ്ര എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സയന്റിസ്റ്റിന്റെ ഒരു ടേമാണ് പാട്രോണേജ് ഡെമോക്രസി. ഇന്ത്യയിൽ ഈ പാട്രോണേജുകൾ എങ്ങനെയാണ്, ഈ പാട്രോണേജ് ഡെമോക്രസി എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അവർ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ്. അത് ഓർമ്മയിൽ ഉണ്ടാവുക. പിന്നെ പ്രണബ് ബർദ്ധന്റെ ടേം പറഞ്ഞു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എന്നുള്ളത്. ഓക്കെ. പിന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു കമന്റ്സ് എന്ന് പറയുന്നത് സുദീപ്ത കവിരാജും സച്ചിൻ വൈനിക്കും അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മോഡലാണ് ഡൊമിനന്റ് കോalition മോഡൽ എന്നുള്ളത്. ഓക്കെ. പിന്നെ പോസ്റ്റ് കോൺഗ്രസ് പൊളിറ്റി നമ്മൾ പറഞ്ഞു യാദവ്, പൽച്ചിക്കാർ, സൂര്യന്റെ. അതുപോലെ സുദീപ്ത കവിരാജിന്റെ മറ്റൊരു കോയിനേജ് ഉണ്ട് പാസീവ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രണബ് വർദ്ധന്റെ ഒരു ഫോർമേഷൻ ഉണ്ട് ഡൊമിനന്റ് ക്ലാസ് കോalition. ഓക്കെ. പിന്നെ റുഡോൾഫ് ആൻഡ് റുഡോൾഫിന്റെ ഡിമാൻഡ് വേഴ്സസ് കമാൻഡ് പൊളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അത് ഡിമാൻഡ് വേഴ്സസ് കമാൻഡ് പൊളിറ്റി എന്നുള്ളത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ. പിന്നെ പാർത്ഥ ചാറ്റർജിന്റെ സിവിൽ സൊസൈറ്റി വേഴ്സസ് പൊളിറ്റിക്കൽ സൊസൈറ്റി എന്നുള്ള കോയിനേജ്, അതുപോലെ യോഗേന്ദ്ര യാദവിന്റെ സെക്കൻഡ് ഡെമോക്രാറ്റിക് അപ്സേജ്. പിന്നെ രജനി കൊട്ടാരി തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോയിനേജ് നടത്തിയത്
ഇൻക്രിമെന്റൽ ഡെമോക്രാറ്റിക് മോഡേണൈസേഷൻ അഥവാ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഒരു മോഡേണൈസേഷൻ പ്രോസസ്സിനെ ആ ടൈപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാർഡാണ് ഇൻക്രിമെന്റൽ ഡെമോക്രാറ്റിക് മോഡേണൈസേഷൻ എന്നുള്ളത്. പിന്നെ ജാഫർലാൻഡ് സൈലന്റ് റെവല്യൂഷൻ, പിന്നെ ആന്റണി സ്മിത്ത് എന്നുള്ള ഒരു തിങ്കർ, നാഷണാലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ് ആന്റണി സ്മിത്ത്. ഓക്കെ, അദ്ദേഹം ഇന്ത്യൻ നാഷണാലിസത്തിനെ കുറിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ് പോളിസെൻട്രിക് നാഷണാലിസം എന്നുള്ളത്. പിന്നെ ലാൻഡ് പ്രിച്ചറ്റ് എന്നുള്ള തിങ്കർ ഇന്ത്യൻ സ്റ്റേറ്റിനെ, ഇന്ത്യൻ എക്കണോമിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഫ്ലെയിലിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ക്രിറ്റിസിസം പറയുന്നുണ്ട്. പിന്നെ മൈറൻ വീനറിന്റെ പ്രധാനപ്പെട്ട ഒരു കോയിനേജ് ആണ് പൊളിറ്റിക്സ് ഓഫ് സ്കാസിറ്റി, നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ വിക്സ്ട്രോം സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞതാണ്. ജിയോവനി സർത്തോരി എന്നുള്ള ഒരു പാർട്ടി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോറിസ് ഡ്യൂബർഗർ അതുപോലെ ജിയോവനി സർത്തോരി ഒക്കെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ പാർട്ടി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന തിങ്കേഴ്സ് ആണ്. അവരിൽ ഇദ്ദേഹം പാർട്ടി സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പം ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് പ്രീ ഡോമിനന്റ് പാർട്ടി സിസ്റ്റം എന്നുള്ള ടേമാണ്. അതുപോലെ മോറിസ് ജോൺസിന്റെ തന്നെ വൺ പാർട്ടി ഡോമിനന്റ് സിസ്റ്റം, വൺ പാർട്ടി ഡോമിനൻസ് എന്നുള്ളത് പറയുന്നുണ്ട്. രജനി കോട്ടാരി അതിന്റെ ആ സെയിം പ്രോസസ്സിന് കോൺഗ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അശുതോഷ് ഭാഷ്ണി തന്നെ വി ഡെമോക്രാറ്റിക് അപ്സേജസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും ഈ ഒരു 3 കാറ്റഗറൈസേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, ആ സെയിം പ്രോസസ് തന്നെ മറ്റ് സ്കോളേഴ്സും അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഡെമോക്രാറ്റിക്, തേർഡ് ഡെമോക്രാറ്റിക് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ജെയിംസ് മാനർ ഇന്ത്യ ആസ് എ ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ടേംസ് ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇവരുടെ ഈ ടേംസ് ഉണ്ടല്ലോ, പൊളിറ്റിക്സ് ഓഫ് സ്കാസിറ്റി, കോൺഗ്രസ് സിസ്റ്റം, ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റൽ സ്റ്റേറ്റ്, ആരാ പറഞ്ഞതെന്നുള്ള മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചോളണമെന്നില്ല CUT-ക്ക്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ധാരണ ഉണ്ടായാലും നമുക്ക് ഒരുപാട് ചിലപ്പോൾ ഇത് ഡയറക്ട്ലി അറിയില്ലെങ്കിൽ പോലും നമുക്ക് ചില ക്ലൂസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി വന്നിട്ടുള്ളതൊന്ന് നോക്കാം. Who among the following used the term politicization of caste in Indian politics for the first time? നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയാസ് ആണ്. ജസ്റ്റ് ഏതാണ് ആൻസർ എന്ന് പറയാം. ഓക്കെ, വിജയ പറഞ്ഞു, ഭാഗ്യ ലൈവിലില്ലേ, ഏതാണ് ആൻസർ വരിക? ഓക്കെ, ഫൈൻ. എ തന്നെയാണ് റൈറ്റ് ആൻസർ കേട്ടോ. യെസ്, രജനി കോട്ടാരിയാണ് റൈറ്റ് ആൻസർ. ഹൂ റോട്ട് ദ ബുക്ക് ദ റൈസ് ഓഫ് ദ പ്ലിബിയൻസ്? അമർത്യ സെൻ, പാർത്ഥ ചാറ്റർജി, ക്രിസ്റ്റോഫ് ജെഫ്രലെ ആൻഡ് സഞ്ജയ് കുമാർ, സുഹാസ് പൽഷിക്കർ. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരുടെ പുസ്തകമാണിത്? റൈസ് ഓഫ് ദ പ്ലിബിയൻസ്. യെസ്, വെരി ഗുഡ്. ജെഫ്രലാൻഡും സഞ്ജയ് കുമാറിന്റെയും പുസ്തകം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് ബീൻ ഡിസ്കസ്ഡ് ആസ് എ ക്രൈസിസ് ഓഫ് ഇന്ത്യാസ് നാഷണൽ യൂണിറ്റി ബൈ പോൾ ബ്രാസ് ഇൻ ഹിസ് ബുക്ക് ദ പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്? ഇതില് ഇന്ത്യൻ നാഷണൽ യൂണിറ്റിക്കുള്ള ഒരു വെല്ലുവിളിയായിട്ട് പോൾ ബ്രാസ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ്? പഞ്ചാബ്, നോർത്ത് ഈസ്റ്റ്, കാസ്റ്റിസം, കശ്മീർ. ഏതായിരിക്കും ആൻസർ? AD, BC, ABC, ABD. ഇന്ത്യന്റെ നാഷണൽ യൂണിറ്റിക്കുള്ള ക്രൈസിസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള 3 പോയിന്റ്സ് ഏതൊക്കെയാന്നുള്ളതാണ്. ABC ആണോ പറയുന്നത്? ഭാഗ്യ, ഇതിന്റെ ആൻസർ പറഞ്ഞത്? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ABD ആണ്. അതായത് ഇതിൽ കാസ്റ്റിസം തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. കാസ്റ്റിസം അല്ലാത്ത, യെസ് റിജ പറഞ്ഞിട്ടുണ്ട്, കാസ്റ്റിസം അല്ലാത്ത ബാക്കി 3 പഞ്ചാബും നോർത്ത് ഈസ്റ്റും കശ്മീറും. നമുക്കറിയാലോ പഞ്ചാബും നോർത്ത് ഈസ്റ്റും കശ്മീറും തമ്മിലുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 3 സ്ഥലത്തും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കശ്മീർ മിലിറ്റൻസി മൂവ്മെന്റ്, അതുപോലെ പഞ്ചാബിലുള്ള എക്സ്ട്രീമിസ്റ്റുകൾ, നോർത്ത് ഈസ്റ്റിലും അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ മിലിറ്റൻസി ഇൻസർജൻസി ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, who said the Constituent Assembly was a one-party body in an essentially one-party country? The Assembly was the Congress and the Congress was India. സ്റ്റേറ്റ്മെന്റ് ആരുടേതാണെന്നുള്ളത്? ആരാണ്?
യെസ്, റൈറ്റ് ആൻസർ ഗാൻഗിലെ ഓസ്റ്റിൻ അല്ലെ. നെക്സ്റ്റ്, കോൺഗ്രസ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് ആരുടേതാണ്? ഇത് നമ്മൾ പറഞ്ഞതാണ് റിപ്പീറ്റഡ്ലി. യെസ്, രജനി കോത്താരിൻ്റെയാണ് കോൺഗ്രസ് സിസ്റ്റം. നെക്സ്റ്റ്, പൊളിറ്റിക്സ് ഓഫ് സ്കാർസിറ്റി ഇൻ ഇന്ത്യ ആരാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഈ തന്നെയാണ് റൈറ്റ് ആൻസർ, മൈരണി. ഓക്കെ, സോ ഇത്തരത്തിൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാറ്റേൺ, ആ രൂപത്തിലാണ് കൂടുതലും ചോദിക്കുക. അവരുടെ കൺസെപ്റ്റ്, അവരുടെ തിങ്കർ ആരാണ്, ചിലപ്പം പോൾബ്രാസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അതുപോലെയും ചിലപ്പോൾ ചോദ്യങ്ങൾ വരും. അതായത് അവരുടെ പുസ്തകത്തിലുള്ള പ്രധാന കണ്ടന്റിനെ ചിലപ്പോൾ ചോദിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും. അവരുടെ കൺസെപ്റ്റുകളെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ചിലപ്പം വളരെ ഹൈലി ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഏകദേശം എളുപ്പമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഒരു ഷിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ LPG ഉണ്ടല്ലോ, അതിനുശേഷം ഗ്ലോബലൈസേഷന്റെ ഒക്കെ ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഷിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അഥവാ അതിലെ കീ ടേംസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റേറ്റ് ഒരു ഇന്റർവെൻഷൻ ഫ്രം ആൻ ഇന്റർവെൻഷനിസ്റ്റ് സ്റ്റേറ്റ് ടു എ റെഗുലേറ്ററി സ്റ്റേറ്റ്. ദർ ഈസ് എ ഷിഫ്റ്റ് ഫ്രം ഇന്റർവെൻഷനിസ്റ്റ് സ്റ്റേറ്റ് ടു റെഗുലേറ്ററി സ്റ്റേറ്റ്. ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ കാര്യങ്ങളിലും സ്റ്റേറ്റ് ഇടപെട്ടുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക. ഡെവലപ്മെന്റ് ഒരു സ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ട് ഉള്ള ഡെവലപ്മെന്റ്. അത് മാറിയിട്ട് എന്തായി, സ്റ്റേറ്റ് എന്നുള്ളത് ഒരു റെഗുലേഷൻ ചെയ്യാം, മാർക്കറ്റ് ഡെവലപ്മെന്റ് കൊണ്ടുവരും. മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെ അതാണല്ലോ, ക്യാപിറ്റലിസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരും. അപ്പൊ ആ സ്റ്റേജിന് അവിടെ ഇന്റർവെൻഷൻ മാറിയിട്ട് ഒരു റെഗുലേറ്ററി റോളായി മാറി എന്നുള്ളതാണ്. ഓക്കെ, കീ ടേംസ് ഓർമ്മിച്ചാൽ മതി. ഫ്രം ഇന്റർവെൻഷനിസ്റ്റ് സ്റ്റേറ്റ് ടു റെഗുലേറ്ററി സ്റ്റേറ്റ്. ക്ലിയർ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇതില് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിലിപ്പോ നമ്മൾ കുറഞ്ഞ തിങ്കേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് കൂടിയാണ് കുറച്ചത് തിങ്കേഴ്സിനെ, ഒരുപാട് തിങ്കേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അറൌണ്ട് മോർ ദാൻ 30+ തിങ്കേഴ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും, അത് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ, മോക്ക് ടെസ്റ്റും അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിൽ നമുക്ക് മാക്സിമം അങ്ങനത്തെ തിങ്കേഴ്സിനെയും അവരുടെ വർക്കുകളൊക്കെ ഇൻക്ലൂഡ് ആക്കാം. ഓക്കെ, നിങ്ങൾ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്, കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിങ്കേഴ്സിന്റെ ക്ലാസ് എസ്പെഷ്യലി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, തിങ്കേഴ്സ് ഓറിയന്റഡ് ആയിട്ട്, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട്. അപ്പൊ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിന്റെ ഒരു ഓറിയന്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഉള്ള ഡിസ്കഷൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലൊക്കെ ആയിട്ട് കവർ ചെയ്യും. So, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ ചെയ്യാം. സമയം ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ